ശരിക്കും ഈജിപ്തിനെ തോൽപ്പിച്ചത് ആര്? ഈജിപ്തിന്റെ തോൽവിക്ക് കാരണമായത് എന്ത്? അർജന്റീന എങ്ങനെ വിജയിച്ചു? ഹായ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. കോൺട്രവേഴ്സി ആയിരുന്നല്ലോ മൊത്തത്തില്. ഇപ്പൊ കോൺട്രവേഴ്സിക്കിടയിൽ കളിയെ പറ്റിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അതേ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. മൊത്തത്തില് സോഷ്യൽ മീഡിയ തുറന്നാൽ കോൺട്രവേഴ്സി. അപ്പൊ എന്തായാലും നമ്മൾ കളിയെ പറ്റിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നമുക്ക് കുറച്ചു നേരത്തേക്ക് കോൺട്രവേഴ്സീസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് കോൺട്രവേഴ്സികളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കളിയെ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ, ഈജിപ്ത് പരാജയപ്പെട്ടു, ശരിയാണ്. അതിന്റെ കാരണം ആരാണ്? എന്തുകൊണ്ടാണ് ഈജിപ്ത് പരാജയപ്പെട്ടത്? ഇതാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം. നമ്മൾ ഇപ്പം നമ്മളെ കോച്ചസ് ആയിട്ട് ഉള്ള എല്ലാ ആളുകളും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം ഈ മത്സരത്തിലുണ്ട്. ഓരോ സമയത്തിനെയും ഓരോ കളിയുടെ ഗതിക്ക് അനുസരിച്ചിട്ട് കളിയെ മാറ്റുക എന്നുള്ളത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിവിടെ ചെയ്യാഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈജിപ്ത് പരാജയപ്പെട്ടത് എന്ന് 100% നമുക്ക് ഉറപ്പിച്ച് പറയാം. നമ്മൾ കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്, അല്ലാതെ അതേ പറ്റിയിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. കോൺട്രവേഴ്സി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ആൻസറുകൾ, അതിനെ കുറ്റപ്പെടുത്തുന്നവർക്കായിക്കോട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കായിക്കോട്ടെ ആർക്കും തന്നെ വ്യക്തമായ ഒരു ആൻസർ ഇല്ലാത്തത് കൊണ്ട് അതൊരു അലിഗേഷൻ ആയിട്ട് മാത്രം തുടരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ കാണാം. നമുക്ക് കളിയിലേക്ക് തന്നെ വരാം. ഏകദേശം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കളിയിൽ ഉടനീളം ഡോമിനേറ്റ് ചെയ്തത് ഈജിപ്ത് തന്നെയാണ്. ടോട്ടലി ഡോമിനേറ്റ് ചെയ്തത് ഈജിപ്ത് തന്നെയാണ്. ഈജിപ്ത് മൊത്തത്തിൽ 3 ഗോൾ സ്കോർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരെണ്ണം ഡിസലോ ചെയ്തു, ഓക്കെ ഫൈൻ. അങ്ങനെ 78 മിനിറ്റ് വരെ ഏകദേശം 80 മിനിറ്റ് വരെ 2 ഗോൾ ലീഡിൽ നിന്ന ഈജിപ്ത് പിന്നീടുള്ള ആ ഒരു കളി ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോലും പോകുന്നില്ല. റെഗുലർ ടൈമിൽ തന്നെ കളി തീരുന്നു എന്നുള്ളതാണ്. റെഗുലർ ടൈമും പിന്നെ ആഡ് ഓൺ ടൈം ഉണ്ടല്ലോ, നമ്മുടെ ഇഞ്ചുറി ടൈമിൽ കളി തീരുന്നു എന്നുള്ളതാണ്. 2-0 എന്ന ഈജിപ്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗോൾ അടിച്ചു, ഓക്കെ, ഒരു ഗോള് വെച്ച് നമുക്ക് ഡിഫെൻസ് ചെയ്യാം എന്ന് പറയുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അവർ വീണ്ടും അറ്റാക്കിന് പോകുന്നു, അവര് 2-0 എന്ന സ്കോർ കണ്ടെത്തുന്നു. ഇനി കളി വെറും 10 മിനിറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. പിന്നെ കൂടി പോയാൽ ഒരു 6-7 മിനിറ്റ് ഇഞ്ചുറി ടൈമും കിട്ടും. ടോട്ടൽ ഒരു 15-16 മിനിറ്റ് മാത്രം ഉണ്ടായിരുന്ന കളിയാണ്. 2 ഗോൾ ലീഡിൽ നിൽക്കുകയാണ് ഈജിപ്ത്. എന്തുകൊണ്ട് മാനേജർ ഒരു ഡിഫെൻസീവ് പരിപാടി സെറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈജിപ്ത് കഴിഞ്ഞ അർജന്റീനയുമായിട്ടുള്ള കളി പരാജയപ്പെട്ടത്. ഒരു കോൺട്രവേഴ്സിയുടെയും കാര്യം വരില്ലായിരുന്നു. ബുദ്ധിക്ക് കളിച്ചിരുന്നെങ്കിൽ ഈജിപ്തിന് സിമ്പിളായി ജയിക്കാമായിരുന്നു. ഓക്കെ, അവർ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തു. അത് അർജന്റീന ഒരു ഗോൾ അടിച്ചു, 1-2 എന്ന സ്കോർ ഉണ്ട്. അപ്പോഴും ഒരു 10 മിനിറ്റ് സമയം മാച്ച് കിടപ്പുള്ളൂ. അപ്പോഴും ഒരു ഗോൾ ലീഡ് ഉണ്ട് ഈജിപ്തിന്. ആ ലീഡ് നിലനിർത്താൻ ശ്രമിക്കണമായിരുന്നു. അവരത് ചെയ്യാതെ വീണ്ടും അറ്റാക്കിന് പോകുന്നു. അപ്പൊ ഞാൻ ഈ ഡിഫെൻസ് ചെയ്യണം എന്ന് പറയുന്നത്, അത് അർജന്റീന ബോളുമായിട്ട് വരുമ്പോൾ ഈ വരുന്ന ബോളിനെ ഡിഫെൻഡ് ചെയ്ത് അടിച്ചു തെറിപ്പിക്കുക എന്നുള്ള പരിപാടി അല്ല പറയുന്നത്. ബോൾ കാലിൽ വെക്കണമായിരുന്നു. അർജന്റീനയ്ക്ക് ബോൾ കൊടുക്കാതെ അർജന്റീനയെ കളിപ്പിക്കണമായിരുന്നു. അർജന്റീനയെ ഫ്രസ്ട്രേറ്റഡ് ആക്കണമായിരുന്നു. പാസ് ചെയ്ത് കളിക്കണമായിരുന്നു. അപ്പോ സിമ്പിളായിട്ട് പാസ് ചെയ്ത് കളിച്ച് അവർക്ക് ബോൾ കൊടുക്കരുതായിരുന്നു. അവർക്ക് കളിക്കാൻ അവസരം കിട്ടിയ അവർ കളിക്കും. കാരണം ഇത് അർജന്റീനയാണ്. അവർക്ക് 10 മിനിറ്റ് ഒന്നും വേണ്ട അത്രയും ഗോളുകൾ തിരിച്ചടിക്കാൻ. അപ്പോൾ അവരെ കളിപ്പിക്കാതിരിക്കുക എന്ന ടാക്ടിക്സ് ആയിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടത്. അവരെ കളിപ്പിക്കാതിരിക്കണമായിരുന്നു. അവരുടെ കാലിൽ ബോൾ എത്താതെ നോക്കണമായിരുന്നു. അതായിരുന്നു ഈജിപ്ത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഈജിപ്ത് അവിടെ വീണ്ടും അറ്റാക്കിന് പോവുകയാണ്. അറ്റാക്കിന് പോകുന്ന സമയത്ത് നമുക്ക് അറിയാലോ, നമ്മൾ എല്ലാവരും കൂടി അറ്റാക്കിന് പോകുന്നത് ഈ ബ്രസീലിനൊക്കെ സ്ഥിരം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ബാക്ക് ലൈനൊക്കെ അങ്ങ് മിഡ് ലൈനിനും അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് ഒരു കൗണ്ടർ വന്നു കഴിഞ്ഞാൽ പണി വാളും. അപ്പൊ ആ സിറ്റുവേഷൻ വരും. അപ്പൊ ഈ പറയുന്ന തന്നെ ഇപ്പൊ ഈജിപ്തിനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തിനാണ് പിന്നെയും അറ്റാക്കിന് പോയത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ആഷ്ലിൻ വെസ്റ്റ്വുഡ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജറായിട്ട് വന്നതിന് ശേഷം ഒരു മത്സരം കൊച്ചിയിലെ, ഞാൻ ആരുമായിട്ടായിരുന്നു കറക്റ്റ് ഓർക്കുന്നില്ല, ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ അടിച്ച് 2 ഗോളിൽ ലീഡിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ലാസ്റ്റ് ഒരു 5 മിനിറ്റ്, അതായത് റെഗുലർ ടൈമിൽ അവസാനത്തെ ഒരു 5 മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചൊരു കളിയുണ്ട്. അതൊരു ഭയങ്കര ക്വാളിറ്റി ഫുട്ബോൾ ആയിരുന്നു. അതായത് ഒപ്പോണൻസിന് ബോൾ കൊടുക്കാതെ പാസ് ചെയ്യാണ്. ഇങ്ങനെ ബോളിനെ സേഫാക്കി പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ അതൊരു അറ്റാക്കിന് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് ബിൽഡ് ചെയ്ത് കയറാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ടൈം ഡിലേ ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റേ കോർണർ ഫ്ലാഗിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാല് വെച്ചിട്ട് ഇങ്ങനെ വട്ടം നിൽക്കുന്ന ഊള പരിപാടിയല്ല. ബോൾ പാസ് ചെയ്ത് കളിക്കുക. ഒപ്പോണൻസിന് ബോൾ കൊടുക്കുന്നില്ല, കാണാൻ പോലും കൊടുക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, യോക്ക് ഒരു ബോളായിട്ട് ബോൾ വാങ്ങി അപ്പുറത്തെ വിങ്ങിലൂടെ, അതായത് ലെഫ്റ്റ് വിങ്ങിലൂടെ അവരുടെ ബോക്സിന്റെ അടുത്ത് എന്നിട്ട് ആ ബോൾ തിരിച്ചു വലിയൊരു എയർ ബോൾ അടിച്ച് ഡിഫൻസിന്റെ കയ്യിൽ ബോൾ കൊടുത്തു. അത്രയും ടൈം ഡിലേ ചെയ്യുകയാണ്. പിന്നെയും ഡിഫൻസ് അവിടെ ഇട്ട് കളിക്കുകയാണ്. കളിച്ച് പിന്നെയും ഫ്രണ്ട് ബോൾ എടുത്ത് വീണ്ടും തിരിച്ചു വലിക്കുന്നു. നമുക്കിനി ഗോൾ അടിക്കണ്ട. നമ്മൾ ഗോൾ ലീഡിൽ നിൽക്കുകയാണ്. അപ്പൊ അവരെ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെ അടിപ്പിക്കാതിരിക്കണമെങ്കിൽ ആദ്യം അവരുടെ കാലിൽ ബോൾ, ഒപ്പോണൻസിന്റെ കാലിൽ ബോൾ കൊടുക്കാതെ നോക്കുക. ഒപ്പോണൻസിന്റെ കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ കളിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയിലാണ്, എങ്ങനെയെങ്കിലും അടിച്ചിടണം എന്ന മെന്റാലിറ്റിയിലാണ് ഒപ്പോണൻസ് കളിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ അവരുടെ കാലിൽ ബോൾ കൊടുക്കാതിരിക്കുക എന്നുള്ള തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ടാക്ടിക്സ് പ്രയോഗിക്കുന്നതിൽ ഈജിപ്തിന്റെ മാനേജർ അപ്പാടെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മൾ ഈ വേൾഡ് കപ്പിൽ കണ്ടതാണ്. പല വലിയ ഫേവറേറ്റ്സുകളായിട്ടുള്ള പല ടീമുകളുടെയും എടുത്ത്
ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു വരവറിയിച്ചുകൊണ്ട് വന്ന ഓരോ ടീമുകളുണ്ട്. അവരൊക്കെ വന്ന് ഈ അവസാന 10 മിനിറ്റിൽ കീഴടങ്ങി പോകുന്ന ഒരു പ്രതീതി നമ്മൾ കണ്ടു. ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഒരു മത്സരം അങ്ങനെയായിരുന്നു, അതേപോലെ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അർജന്റീന വേഴ്സസ് കബോവർദെ മത്സരം അങ്ങനെയായിരുന്നു. അങ്ങനെ പല മത്സരങ്ങളും നമ്മൾ കണ്ടു. അപ്പൊ ഈ അവസാന മിനിറ്റ് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഫേവറേറ്റുകളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ചിട്ട് വലിയ പാടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ അവർ ഇപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആവേണ്ടിയിരിക്കുന്നു. സോ ഈജിപ്തിന് സിമ്പിൾ ആയിട്ട് ജയിക്കാവുന്ന മത്സരമായിരുന്നു ഇത്. കോൺട്രവേഴ്സിയോ കാര്യങ്ങളോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈജിപ്തിന് സിമ്പിൾ ആയി ജയിക്കാമായിരുന്നു. എത്ര വലിയ ഫൗൾസോ കോൺട്രവേഴ്സിയോ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട ടാറ്റിക്സ് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, വേണ്ട രീതിക്ക് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ജയിക്കാവുന്ന ഒരു മാച്ച് ആയിരുന്നു. 2 ഗോൾ ലീഡിൽ നിന്നപ്പോ പിന്നെയും എന്തിനാണ് ഈ ഗോൾ അടിക്കാൻ പോകുന്നതെന്നാണ് അറിയാത്തത്. സോ കളി തോറ്റതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈജിപ്തിന്റെ മാനേജർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ കോൺട്രവേഴ്സിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എന്ത് പറയണമെന്ന്. അത് അർജന്റീനയ്ക്ക് നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ആക്രമണം വരും, ഇനിയിപ്പോ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ മറ്റൊരു സൈഡിൽ നിന്ന് ആക്രമണം വരും. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എല്ലാവരും പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നും പറയാൻ അർജന്റീന എന്ന് പറയുന്ന ടീമിന്റെ പേര് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോ എന്തായാലും കോൺട്രവേഴ്സി ഒന്നും ഇത്രയും വരില്ലായിരുന്നു. ആ സെക്കൻഡ് ഗോള് ഡിസലവ് ചെയ്തു, ഓക്കെ. അപ്പൊ അർജന്റീനയുടെ ആ ഒരു ഗോളിനും ഒരു വാർ ചെക്ക് കൊടുത്താൽ മതിയായിരുന്നു. വാർ ചെക്ക് ചെയ്തിട്ട് ഒരു ഡിസിഷൻ അവിടെ എടുത്തിരുന്നെങ്കിൽ ഇത്രയും അങ്ങ് കോൺട്രവേഴ്സി സീനാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ റഫറി മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. അപ്പോ പിന്നെ അർജന്റീനയുടെ മത്സരങ്ങളിൽ മാത്രം ഇത്രയും കോൺട്രവേഴ്സികൾ വരുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും അർജന്റീനയുടെ കളിയിൽ ഒരു ചെറിയ റഫറി മിസ്റ്റേക്ക് വന്നാൽ പോലും അത് ഫേവറിംഗ് ആണ് എന്ന് തന്നെ പറയും. അതിനിപ്പോ ആ ഒരു പഴി അർജന്റീന ചുമരിലേറ്റി നടക്കേണ്ടി തന്നെ വരും. കാരണം അർജന്റീനയുടെ കളികളിൽ മാത്രമാണ് ഇത്രയും കോൺട്രവേഴ്സികൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അർജന്റീനയുടെ കളിയിൽ മാത്രം ഇത്രയും കോൺട്രവേഴ്സി വരുന്നു എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് അർജന്റീനയുടെ കളിക്ക് മാത്രം ഇത്രയും കോൺട്രവേഴ്സികൾ കണ്ടെത്തുന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് അറിയില്ല ശരിക്കും എന്താ നടക്കുന്നതെന്ന്. ഇതില് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. സോ വിമർശനങ്ങൾ പല വഴിക്കും എപ്പോഴും ഉണ്ടാകാവുന്നതാണ്. സോ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ. സോ ഈ കോൺട്രവേഴ്സികളുടെ ഒക്കെ ഒരു ആൻസർ ലഭിക്കുന്നത് വരെ, കാലം തെളിയിക്കുന്നത് വരെ നമ്മളതിങ്ങനെ അതേ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് വേറെ പറയാനില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഈജിപ്തിന് സിമ്പിളായി ജയിക്കാവുന്ന ഒരു കളിയായിരുന്നു. അത് ഈജിപ്ത് തന്നെ കൊണ്ട് കളഞ്ഞു എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. സോ താങ്ക് യു.